അപ്പോൾ ഇത് എല്ലാവരും കണ്ടില്ലേ, നമ്മളിതാ ഉരുളിക്കകത്ത് മസാല സോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും പലതരത്തിലുള്ള ബിരിയാണികൾ. ഇതാണ് ഉരുളി ബിരിയാണി. എന്തൊക്കെ പേരാണല്ലേ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അതെടുത്ത് മുളയ്ക്കകത്തിട്ട് കഴിഞ്ഞാൽ മുള ബിരിയാണി, കലത്തിനകത്തിട്ട് കഴിഞ്ഞാൽ കലം ബിരിയാണി. എന്തിനകത്ത് നമ്മൾ എടുത്തിടുന്നോ ആ പേരാണ് ബിരിയാണി. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മസാലയൊക്കെ ഉരുളിക്കകത്താണ് മസാല അടിക്കുന്നത്. ഇന്ത്യയിലേതിൻ്റെ ഉരുളിയാണ് മെയിനായിട്ട്. ഈ സാധനം ഒരു എന്താ പറയുക, ഒരു ചെറിയ ഒരു 5-6 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് ഒരു ഓർഡറാണ്, പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഒരു ബിരിയാണി സെറ്റ് ചെയ്തു. മാക്സിമം ഏകദേശം ഒരു 45 മിനിറ്റ് സമയം കൊണ്ട് സെറ്റ് ചെയ്തതാണ് ബിരിയാണി. അപ്പോൾ അത് ഈ ബിരിയാണിക്ക് ഓർഡർ ചെയ്ത ആൾ, അവർക്കറിയില്ല എന്താണ് സംഭവം, ഈ ഉരുളി ബിരിയാണി എന്താണെന്ന് അവർക്കറിയില്ല. സംഭവം എന്താണെന്ന് അറിയാമോ, ഇവിടെ എനിക്ക് ഈ ചെറിയ പാത്രങ്ങളൊന്നും തന്നെ ഇല്ല. അതിപ്പം ഒരു 1 കിലോ റൈസ് അല്ലെങ്കിൽ 1.5 കിലോ റൈസിന് ബിരിയാണി അടിക്കാനുള്ള പാത്രങ്ങൾ എനിക്കില്ല. അപ്പം ഞാനൊരു തമാശ എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞത്, ബിരിയാണി എന്തൊക്കെയുള്ളതെന്ന് വെച്ചപ്പോൾ ഞാൻ ഉരുളി ബിരിയാണി ഉണ്ട് എടുക്കട്ടാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഉരുളി ബിരിയാണി വെറൈറ്റി നെയിമാണ്. എന്താണ് ഈ ഉരുളി ബിരിയാണി? കാരണം ഇവർ കേട്ടിട്ടുണ്ട് ഈ മുള ബിരിയാണി, കലം ബിരിയാണി, കുടുക്കാച്ചി ബിരിയാണി, കിഴി ബിരിയാണി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ഈ ഉരുളി ബിരിയാണി എന്താണെന്ന് ഉള്ളൊരു ആകാംക്ഷ ഉണ്ടായി. അപ്പം നമ്മൾ പറഞ്ഞു ശരിയെങ്കിൽ ഉരുളി ബിരിയാണി എടുത്തു. ഇതിപ്പോൾ കൊണ്ടു ചെല്ലുമ്പോഴാണ് അവർക്ക് മനസ്സിലായി ബിരിയാണി എടുത്ത് ഉരുളിക്കകത്തിട്ടാണ് കൊണ്ടുവരുന്നതെന്ന്. അതിനാണ് ഈ ഉരുളി ബിരിയാണി എന്ന് പേര് വന്നത്. എന്തായാലും നോക്കാം, ഇത് കൊണ്ട് ചെല്ലുമ്പം അവരുടെ ഒരു പ്രതികരണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഭംഗിയായിട്ടൊരു കാര്യം ചെയ്തു, പാത്രമില്ലാത്തതിൻ്റെ പേരിൽ അത് ഉരുളിക്കകത്ത് അടിച്ചു. ഉരുളിക്കകത്ത ബിരിയാണി ഉണ്ടാക്കിയപ്പം ഉരുളി ബിരിയാണി എന്ന് ഞാൻ അതിനൊരു പേരും കൊടുത്തു. അപ്പോൾ അതാ ബിരിയാണി പൊട്ടിക്കാണ്, റൈസ് മാറ്റും. ഇപ്പോൾ കണ്ടോ, കാരണം ഇത് നിങ്ങളാരും കഴിച്ച് നോക്കാത്തതുകൊണ്ട് ഇപ്പം ഞാൻ വളരെ നന്നായിട്ടുണ്ട്, കൊള്ളാം, അടിപൊളിയാണെന്നും പറഞ്ഞു അതൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ തന്നെ കഴിച്ചിട്ട് കൊള്ളാം, അടിപൊളിയാണ്, അതിലും വലിയ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായി, ഞാൻ കൊള്ളാമെന്നും നന്നായി ഇതൊന്നും പറയുന്നില്ല. പക്ഷേ അതിനകത്ത് എടുക്കുന്ന ഒരു ചിക്കൻ്റെ പീസ് ഉണ്ട്, അതൊന്ന് നോക്കിയോ. അവിടെ ഒരു പീസ് കിടക്കണ്ടോ, നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ ആ എല്ലിൻ്റെ മുകളിൽ നിന്ന് പീസ് ഉണ്ടല്ലോ, പീസിൻ്റെ മാംസം എല്ലാം കൂടെ എല്ലിൻ്റെ മുകളിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലുള്ള വേവ് ആയിട്ടുണ്ട് ആ ചിക്കൻ. നല്ല ജ്യൂസി ടൈപ്പിലാണ് ആ ചിക്കൻ ഇരിക്കുന്നത്.